Hi all. Today let's discuss about the topic FTIR. Fourier Transform Infrared Spectroscopy FTIR എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ബേസിക് ആയിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷൻ, വർക്കിംഗ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ബേസിക് ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് FTIR? FTIR എന്ന് പറഞ്ഞാൽ എന്താണ്? FTIR എന്ന് പറയുന്നത് മെയിനായിട്ട് അതൊരു അനലിറ്റിക്കൽ ടെക്നിക് ആണ്. അതായത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പോലെ ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ ടെക്നിക് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മോളിക്യൂളിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെയും കെമിക്കൽ ബോണ്ടുകളെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു അനലിറ്റിക്കൽ ടെക്നിക് ആണ് FTIR എന്നിവിടെ പറയുന്നത്. ഇനി മെയിൻ ആയിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പിളിലേക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പാസ് ചെയ്യുമ്പോൾ സാമ്പിൾ ആ ഒരു അബ്സോർബ് ചെയ്യുന്നു, ഒരു ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അതിനെ മെഷർ ചെയ്തുകൊണ്ടാണ് FTIR ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തിനാണ് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IR റേഡിയേഷൻസ് നമുക്ക് പാസ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് സ്പെസിഫിക് ഫ്രീക്വൻസിയിലാണ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. അതായത് ഓരോ മോളിക്യൂൾസും ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിലായിരിക്കും. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇത് കറസ്പോണ്ട് ചെയ്യുന്നത് ആ മോളിക്യൂളിലുള്ള എന്തുണ്ട്, കെമിക്കൽ ബോണ്ടുകളുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടായിരിക്കും. അതായത് കെമിക്കൽ ബോൺസിന്റെ വൈബ്രേഷണൽ മോഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് പറ്റുന്നുണ്ട്? ഈ ഒരു ഫ്രീക്വൻസി അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ യുണീക്ക് ആയിട്ടുള്ള ഒരു IR സ്പെക്ട്രം നമുക്ക് ഓരോ കോമ്പൗണ്ടിനും കിട്ടും. അതായത് ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു IR സ്പെക്ട്രം നമുക്ക് ഇതിന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് എന്താണ് FTIRന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. നമ്മൾ ബ്രോഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു IR റേഡിയേഷൻസ് സാമ്പിളിലൂടെ പാസ് ചെയ്യുന്നു. സാമ്പിളിലൂടെ പാസ് ചെയ്യുമ്പോൾ സാമ്പിളിൽ ഒരു സെർട്ടൈൻ ഫ്രീക്വൻസിയിലുള്ളത് ഈ ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. ഈ സെർട്ടൈൻ ഫ്രീക്വൻസിയിലുള്ള ഈ ഫ്രീക്വൻസിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? കൺവെർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? ഒരു സ്പെക്ട്രമാക്കി കൺവെർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ FTIRൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ മേജർ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് FTIRന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു IR സോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, ഒരു സാമ്പിൾ ഹോൾഡർ. മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് വരും സ്ലൈഡുകളിൽ മനസ്സിലാക്കാൻ പറ്റും. സാമ്പിൾ ഹോൾഡർ ഉണ്ട്, ഒരു ഡിറ്റക്ടർ കാണാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. മെയിനായിട്ട് ഒരു IR സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർഫെറോമീറ്റർ ഉണ്ട്, സാമ്പിൾ ഹോൾഡർ, ഡിറ്റക്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു ബേസിക് ലെവലിൽ അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു IR സോഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇവിടെ ഒരു IR സോഴ്സ് ഉണ്ട്. IR സോഴ്സ് നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? IR റേഡിയേഷൻസ് ഫോം ചെയ്യുന്നത്. ഈ IR റേഡിയേഷൻസ് ബീം സ്പ്ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ എത്തുന്നു. ബീം സ്പ്ലിറ്ററിൽ നിന്നും ഈ റേഡിയേഷൻസ് സ്റ്റേഷനറി മിറർ, മൂവിങ് മിറർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മിററിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലൈറ്റിന്റെ പാത്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് ബീം സ്പ്ലിറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ ഒരു സോളിഡ് ലൈൻ കാണിക്കുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റേഷനറി മിററിലേക്കും മൂവിങ് മിററിലേക്കും എത്തുന്നു. ഈ IR സോഴ്സും ബീം സ്പ്ലിറ്ററും മിററുകളും തമ്മിലുള്ള ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർഫെറോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബീം സ്പ്ലിറ്ററിൽ നിന്നും പാത്ത് ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി മിററും മൂവിങ് മിററും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് നോക്കുമ്പോൾ അല്ലെ. അതിനെയാണ് നമ്മൾ ZPD എന്ന് വിളിക്കുന്നത്. ZPD അഥവാ സീറോ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീം സ്പ്ലിറ്ററിൽ നിന്ന് സ്റ്റേഷനറി മിററും മൂവിങ് മിററും ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. ഇനി നമ്മൾ ആ ഡോട്ടഡ് ലൈൻ കൊടുത്തത് കണ്ടോ? സോളിഡ് ലൈൻ ആണ് ലൈറ്റ് പാസ് ചെയ്ത് ഈ മിററിലേക്ക് എത്തിക്കുന്നത് കാണിച്ചിട്ടുള്ളത്. ഈ സ്റ്റേഷനറി മിററിൽ നിന്നും ഡോട്ടഡ് ലൈൻ കാണുന്നത് പോലെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് എന്ത് ചെയ്യുന്നു? ബീം സ്പ്ലിറ്ററിൽ എത്തുന്നുണ്ട്. മൂവിങ് മിററിൽ നിന്നും ഇതേപോലെ തന്നെ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് പോലെ റിഫ്ലക്ട് ചെയ്ത് ബീം സ്പ്ലിറ്ററിൽ എത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഇന്റർഫെറോമീറ്ററിന്റെ പുറത്തേക്ക് കുറച്ച് റേഡിയേഷൻസ് പോകുമ്പോൾ
ഈ റേഡിയേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, സാമ്പിളിലേക്ക് എത്തുന്നത്. സാമ്പിളിലേക്ക് ഈ IR റേഡിയേഷൻസ് എത്തുന്നു. ഔട്ട്സൈഡ് ഇന്റർഫെറോമീറ്റർ റേഡിയേഷൻസ് സാമ്പിളിലേക്ക് എത്തുന്നു. സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഈ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു വൈബ്രേഷൻ ട്രെൻഡ് കാണിക്കുന്നു. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സ്ട്രെച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ബെൻഡിങ് ആയിരിക്കാം. സാമ്പിളിൽ നിന്നും കുറച്ച് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് എവിടെ എത്തുന്നു, ഡിറ്റക്ടറിൽ എത്തുന്നു. ഈ ഡിറ്റക്ടറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ഇന്റർഫെറോഗ്രാം ഫോം ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്, ഇന്റർഫെറോമീറ്റർ എന്നാണ്. നമ്മൾ ഫോം ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് ഇന്റർഫെറോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ZPD ഒന്നും കൂടി പറയാന്നുണ്ടെങ്കിൽ സീറോ പാത്ത് ഡിഫറൻസ് കണ്ടോ. അതായത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് മൂവിംഗ് മിററും സ്റ്റേഷനറി മിററും ബീം സ്പ്ലിറ്ററിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു, ZPD ആണ്, അല്ലെങ്കിൽ സീറോ പാത്ത് ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേവും നമുക്ക് കിട്ടുന്നു. അതായത് രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ്, ഇവിടെ നിന്നുള്ള വേവും ഒരേപോലെ വരുന്നു. സോ ദാറ്റ് നമുക്ക് ഇവിടെ സംഭവിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന വേവ് എന്ന് പറയുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. സോ അവിടെ ഇന്റൻസിറ്റി ഹൈ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മൂവിംഗ് മിററിന്റെ പ്രത്യേകത എന്താണ്, മൂവിംഗ് മിററിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മൂവിംഗ് മിറർ നമ്മൾ സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കൂ. അതായത് മൂവിംഗ് മിററിന്റെ പൊസിഷൻ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു λ/4 ലെങ്ത് മാറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീം സ്പ്ലിറ്ററിൽ നിന്ന് ഇവിടേക്ക് ലൈറ്റ് എത്തുന്നതും λ/4 ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കണം. തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ബീം സ്പ്ലിറ്ററിൽ എത്താനും λ/4 ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കണം. ടോട്ടൽ അപ്പൊ എത്രയാണ്, λ/2 ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അവരുടെ വേവ് പാറ്റേണിലെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ വേവ് പാറ്റേണിലെ ഡിഫറൻസ് വരുമ്പോൾ, അതായത് ഇങ്ങനെ വരുന്ന വേവും, അതായത് നമ്മൾ നോക്കുമ്പോൾ വേവ് ഇങ്ങനെ വരുന്ന ഒരു വേവും മറ്റേത് എന്താണ്, വേവിലെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ വേവിന് ഡിഫറൻസ് വരുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഇന്റൻസിറ്റിക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇന്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് പറയുന്നത്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസിന് പകരം അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് നടന്ന് ഇന്റൻസിറ്റി കുറയാണ് അവിടെ ചെയ്യുന്നത്. ഇന്റൻസിറ്റിയുടെ ലെവല് കുറയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ FTIRന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഈ ഒരു സെറ്റപ്പ് ആണ് മെയിൻ ആയിട്ട് FTIR മെയിനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ ഇന്റർഫെറോമീറ്ററിനെ പറ്റി ഒന്നുകൂടി പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു FTIR ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അതായത് ഈ ഒരു IR സോഴ്സ് ഇവിടെ അതിൽ നിന്ന് ഉണ്ട്. അതുപോലെ തന്നെ IR ബീമിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടൊരു ബീം സ്പ്ലിറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു മിററും കാണാൻ പറ്റും, മൂവിംഗ് ആയിട്ടുള്ള മിററും കാണാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഇന്റർഫെറോമീറ്ററിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഇന്റർഫെറോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് റികമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു റെക്കോർഡിക് ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇന്റർഫെറോഗ്രാം കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഫ്രം ദ ഓൾ IR ഫ്രീക്വൻസി, എല്ലാ IR ഫ്രീക്വൻസിയിലുള്ള ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇന്റർഫെറോഗ്രാം എന്ന് കിട്ടുന്നുണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ എന്താ ചെയ്തിട്ടുള്ളത്, ഇന്റർഫെറോഗ്രാം വരെ എത്തിയിട്ടുള്ളൂ അല്ലെ. ഇന്റർഫെറോഗ്രാമിലുള്ളതിനെ നമുക്കൊരു IR സ്പെക്ട്രം ആക്കി നമ്മൾ അതിനെ മാറ്റുന്നുണ്ട്. അതിനെയാണ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് അവിടെ നമ്മൾ എന്താണ്, നമുക്ക് ഇന്റർഫെറോഗ്രാം എന്ന് കിട്ടുന്ന ഇതിനെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് മാറ്റിയിട്ട് ഒരു IR സ്പെക്ട്രത്തിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. സോ ഈ ഒരു FTIR സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു X ആക്സിസിലെ വേവ് നമ്പറും Y ആക്സിസിൽ എന്ത് കാണാൻ പറ്റും, അബ്സോർബൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് X ആക്സിസിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, വേവ് നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ Y ആക്സിസിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, അബ്സോർബൻസ് അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് നമുക്കിവിടെ വരുന്നത്. ഇതിൽ ഓരോ പീക്കും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്പെസിഫിക് ബോണ്ടിന്റെ വൈബ്രേഷനെയാണ് നമ്മൾ ഈ പീക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് FTIR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇന്റർഫെറോഗ്രാമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ഫോം ചെയ്തു, FTIR സ്പെക്ട്രം ഫോം ചെയ്തു.
സ്പെക്ട്രൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു മിഡ് ഇൻഫ്രാറെഡ് റേഞ്ച് 4000 to 400 cm⁻⁻1 എന്ന് പറയുന്ന റേഞ്ചിലാണ് മോസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സാമ്പിളിംഗ് ടെക്നിക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ മെത്തേഡ്, ATR മെത്തേഡ്, അറ്റന്യൂവേറ്റഡ് ടോട്ടൽ റിഫ്ലക്റ്റൻസ്, ഡിഫ്യൂസ്ഡ് ഡിഫ്ലക്റ്റൻസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ATR ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അധികം റിപ്പീറ്റേഷൻ ഇല്ലാതെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി എന്താണ് FTIRന്റെ അഡ്വാൻറ്റേജസ്? റാപ്പിഡ് ആയിട്ടുള്ള അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ അതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്, മിനിമൽ സാമ്പിൾ പ്രിപ്പറേഷനെ നമുക്ക് FTIRനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി മേജർ അപ്ലിക്കേഷൻസ്, മേജർ ആയിട്ട് നമ്മളൊരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പോലെ FTIRന്റെ അപ്ലിക്കേഷൻ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ആയിട്ടും ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ സയൻസ് ആൻഡ് പോളിമർ സയൻസിൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, എൻവയോൺമെന്റൽ മോണിറ്ററിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബയോളജിക്കൽ റിസർച്ചിനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീക്കുകൾ വരുമ്പോൾ ഈ പീക്കുകൾ ഓവർലാപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സെയിം ടൈം നമുക്ക് അവിടെ എന്തുണ്ട്, ട്രേസ് അനാലിസിസ് നമുക്കത് നടത്താനായിട്ട് ലിമിറ്റഡ് സെൻസിറ്റിവിറ്റി ഉള്ളൂ. അതായത് നമുക്ക് ചെറിയ ലെവലിലുള്ള അനാലിസിസ് നടത്താനായിട്ട് FTIR അത്രയും നല്ലൊരു മെത്തേഡ് അല്ല. അതുപോലെ തന്നെ വാട്ടർ ഇന്റർഫെറൻസ് എന്ന് പറയുന്നതും ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. മേജർലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത FTIR ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. ഇന്റർഫെറോമെട്രി അതുപോലെ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മോളിക്യുലാർ ലെവലിലുള്ള ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പും കെമിക്കൽ ബോണ്ടിന്റെ വൈബ്രേഷൻസും കെമിക്കൽ ബോണ്ടുകളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് FTIRന് നമ്മൾ ബേസിക് ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ്. താങ്ക് യു.